പൂക്കൾ ധാരാളം ഉണ്ടായി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോൾ നിറച്ച് പൂക്കളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇന്ന് നമ്മുടെ ഗാർഡനിൽ അടീനിയം പൂവിട്ടതിൻ്റെ ഒരു സെക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പൂവുണ്ടാണെങ്കിൽ വീണ്ടും നമ്മൾ വളം ഇട്ട് കൊടുക്കണം. ഞാൻ പൊതുവേ NPK ആണ് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ചാണകവും അതുപോലെ തന്നെ ചേട്ടന്മാർ വാഴയ്ക്ക് ഉപയോഗിക്കുന്ന വളമൊക്കെ ആയിട്ട് അപ്പോഴപ്പോഴൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് മൊത്തത്തിൽ NPK കുറച്ച് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ 19, 19, 19 അത് ഞാനിങ്ങനെ ഇത്ര അളവൊന്നും ഇല്ല കേട്ടോ. ഞാനെപ്പോഴും അളവ് കുറച്ചിട്ടാണ്, കോൺസെൻട്രേഷൻ കുറച്ചിട്ടാണ് ചെടികൾക്ക് ഇടാറുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാടി പോകണ്ടല്ലോ അല്ലെങ്കിൽ കരിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇത് വാട്ടർ സോല്യൂബിളായ കാരണം കൊണ്ട് അലിയിച്ച് എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വളം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി എല്ലുപൊടി അങ്ങനെ അൽത്തുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നാലെ വളം ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബൊഗെയിൻ വില്ലയ്ക്കും അതുപോലെ എല്ലാത്തിനും നമ്മൾ വളം കൊടുക്കാറുണ്ട്. വൈകുന്നേരത്തേക്ക് ഫുഡൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ കാലത്ത് ശ്രീകുട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡും ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഫുഡും ഒന്നായിക്കോട്ടെ എന്ന്. ശ്രീകുട്ടൻ്റെ സ്കൂളിലേക്ക് നോൺ വെജ് അലൗഡ് അല്ല. അത് കാരണം കൊണ്ട് വെജ് ഫുഡ് വേണം. നാളെ ഇതൊക്കെ കൊടുത്തു വിടാം. പിന്നെ കുറച്ച് ദിവസമായിട്ട് പൂരവും ഉത്സവവും ഒക്കെ ആയിട്ട് ഈ നോൺ വെജ് തന്നെയാണ് കഴിക്കണത്. മടുക്കൂലോ നമുക്ക്. അപ്പോൾ ഇന്ന് ഭയങ്കര പ്യുവറായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ. വെജ് മെനുവാണ്. അതിൽ ഉപ്പേരിയാണ് നമ്മൾ കഴിക്കാൻ പോണത്. നാളികേരം നമ്മുടെ പരിപ്പിലേക്ക് വേണ്ടിയിട്ട് അരയ്ക്കാൻ എടുത്തപ്പോഴാണ് അതിങ്ങനെ പൊങ്ങായിട്ട് കണ്ടത്. അപ്പോൾ നമ്മൾ അരപ്പൊഴിച്ചിട്ട് ഒരു പരിപ്പ് കറിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സവോള ചമ്മന്തി. സവോള നമുക്കിങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കാം. ഞാനൊരു 4 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതിൽ വെറുതെ മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഈ ഒരു പുളി ഉണ്ടല്ലോ അതും കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴട്ടുക. എന്നിട്ട് ഈ പുളി മൊത്തത്തിൽ അതങ്ങ് പിടിക്കണം. എന്നിട്ട് ഈ ചമ്മന്തിനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുള പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപ്പ്, ചക്കക്കുരു പിന്നെ എന്തൊക്കെയോ മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയും കൂടിയായിട്ട് ഈ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ സാറേ, എന്തായാലും വെജ് മെനുവിലൊരു പ്രത്യേക സ്റ്റൈലുണ്ടല്ലോ. അച്ചാറ് കൂടി ഇട്ടിട്ടും എൻ്റെ പ്ലേറ്റിൽ ഒരുപാട് സ്ഥലം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആസ്വദിച്ചൊന്ന് കഴിക്കാം. എനിക്ക് പൊതുവെ ഈ വെജ് മെനുവിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ പ്രോട്ടീനൊക്കെ ഇൻടേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നോൺ വെജിലേക്ക് മാറുന്നത്.